നമസ്കാരം. ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് താജ്മഹലൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇന്ന് രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:40 അജ്മീറിലേക്ക് പോകുന്ന എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഐ ലവ് ആഗ്ര. നമ്മൾ ഡൽഹിയിലൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതലായും കാണുന്ന സ്റ്റേഷൻ ഇതാണ്, ആഗ്ര കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്ന് 4.5 കിലോമീറ്റർ ദൂരമുണ്ട് ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇപ്പോൾ 13:29, അതായത് 1:29. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഷെയർ വണ്ടി അല്ലെങ്കിൽ ഓട്ടോ ഇതാക്കിയിട്ട് നേരെ ആഗ്ര ഫോർട്ടിലോട്ട് പോവാം. നമ്മൾ താജ്മഹൽ കാണാൻ പോകുമ്പോഴും ഇവിടുന്ന് തന്നെയാണ് ഷെയർ വണ്ടി കയറി പോയത്. അതുപോലെ തന്നെ നമുക്ക് അവിടത്തോട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെ പോകാൻ നോക്കാം. അപ്പോൾ സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. അങ്ങനെ ഇതാ ഒരു ഓട്ടോ കിട്ടിയിരിക്കുകയാണ്, ഷെയർ ഓട്ടോയാണ്. ആഗ്ര ഫോർട്ടിലേക്ക് ഒരാൾക്ക് 20 രൂപയാണ് ചാർജ് പറഞ്ഞത്. ഇത് ഇലക്ട്രിക്കാണ് വണ്ടി. റോഡൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല റോഡുകൾ തന്നെയാണ് ആഗ്രയിൽ. ഞാൻ 2019 കേരള കാശ്മീർ യാത്രയിൽ ഫുഡ് പോയ്സൺ വന്നിട്ട് ഈ ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ജില്ലാ ഹോസ്പിറ്റലാണ് ആഗ്ര. അന്ന് ഇതിലൂടെയൊക്കെ ഞങ്ങൾ നമ്മുടെ ജൂപ്പിറ്റർ സ്കൂട്ടർ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, കാരണം യാത്രകൾ നമ്മൾ അങ്ങനെ ഒരിക്കലും മറക്കൂലല്ലോ. ആഗ്ര ഫോർട്ടിൻ്റെ അടുത്ത് എത്താനായി. ഇവിടെയാണ് ആഗ്ര ഫോർട്ട് ഉള്ളത്. ഞങ്ങളിതിൻ്റെ അകത്തേക്കൊന്നും കയറുന്നില്ല. ഈ പുറത്തുനിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കോട്ടേൻ്റെ ഓരോ കാഴ്ചകളും കാണാനായിട്ട് സാധിക്കും. അതായത് കോട്ട ഇവിടെയാണല്ലോ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ കാണുന്ന അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. കാരണം നമുക്ക് ഈ ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആഗ്ര ഫോർട്ടിൻ്റെ കാഴ്ചകളും കൂടെ കണ്ടിട്ട് തന്നെ പോവാം. ഇവിടെയാണ് ഞങ്ങൾ ഓട്ടോ വന്ന് ഇറങ്ങിയത്. ഇതുവഴി AC ബസ്സൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ ധാബകളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാനുള്ള. ഈ ഫോർട്ട് ഇതാ ഈ ഭാഗത്തെല്ലാം വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഒരു പഴയ റെയിൽവേ സ്റ്റേഷനാണ് ഈ ആഗ്ര ഫോർട്ട്. ഒരുപാട് ടാക്സികൾ നമുക്കിവിടെ കാണാം. ഇനിയിപ്പോൾ ഇതുവഴി നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ ആണ് താജ്മഹലിലേക്കുള്ളത്. നമ്മൾ നേരത്തെ പോയതൊന്നുമല്ല, കോട്ടേൻ്റെ ഭാഗം അങ്ങ് അവിടെ മുതൽ തുടങ്ങിയതാ, അങ്ങ് അവിടെ വരെ അങ്ങ് വ്യാപിച്ച് പോവുകയാണ്. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു നിർമ്മിതി ഇവിടെ കാണാം. കണ്ടില്ല, ഇതാ സ്റ്റേഷൻ തന്നെ നോക്കാം നമുക്ക്. നിലവിലിപ്പോൾ ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗമൊക്കെ റെനോവേഷനാണ്, മൊത്തം അടച്ചിട്ടിട്ടാണുള്ളത്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇതുവഴി നടന്നു പോകാനുള്ള ഒരു വഴിയുണ്ട്. ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 ഇതാ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. തൊട്ട് മുന്നിൽ കാണുന്നത് അൺറിസേർവ്ഡ് ആണ്, നല്ല തിരക്കായി. പിന്നെ ഇതിന് 3rd AC ഒക്കെ ഉണ്ട്. അപ്പോൾ പോകാനുള്ള ട്രെയിനിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ആഗ്ര ഫോർട്ട് അജ്മീർ എക്സ്പ്രസിൻ്റെ നമ്പർ 22,988, തിരിച്ചു വരുമ്പം 22,987. ഇതിന് CC ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് സീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ സെക്കൻഡ് സീറ്റിങ്ങിലാണ്. നേരെ ഇനിയിപ്പോൾ അതിലോട്ട് പോകാം. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ആഗ്ര ഫോർട്ട് ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം. ലോക്കോമോട്ടീവ് കപ്പിൾ ചെയ്ത് നോക്കാൻ വേണ്ടി വന്നതാണ്, ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ ഏറ്റവും ഒരു കോമഡി ആയിട്ടൊരു കാര്യമുണ്ട്. ഞങ്ങളെടുത്തത് D2 ആണല്ലോ. ഇതിലത്തെ ബാക്കി സെക്കൻഡ് സീറ്റ് എല്ലാം പുഷ് ബാക്ക് സീറ്റോട് കൂടിയിട്ടുള്ള അടിപൊളി കോച്ചാണ്. നമ്മുടേത് മാത്രം ഫേസ് ടു ഫേസ്. അതായത് നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി ഇല്ലേ, അതിലൊക്കെ ഉള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അറിയില്ലേ, അത് തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബാക്കി എല്ലാ കോച്ചിലും നല്ല അടിപൊളി. അതെന്തായാലും അങ്ങനെ വരൂ. ഇത് അൺറിസേർവ്ഡ് ആണ്. റിസേർവ്ഡൊക്കെ ഏകദേശം ഫില്ലായി. ഇനി 2 കുപ്പി വെള്ളവും കൂടെ വാങ്ങിച്ചതിന് ശേഷം ട്രെയിനിൻ്റെ അകത്തോട്ട് കയറാം. ഇതാണ് D2. എങ്ങനെയുണ്ട്? ഫേസ് ടു ഫേസ്.
69 പിന്നെ 73 ആണ്. 73 ഇവിടെയാണ് ഈ വിൻഡോ, പിന്നെ 69 അയൽ സീറ്റാണ്. നവീനവിടെ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലേ നവീ? അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്ര സീറ്റ് ഉണ്ടാവുമെങ്കിലും ബുക്ക് ചെയ്യുമ്പോൾ പരസ്പരം എന്താ പറയാ, അങ്ങ് ദൂരത്താ കിട്ടുന്ന ഒരുപാട് സീറ്റുകൾ അവൈലബിൾ ഉണ്ടായതാണ്. അജ്മീർന്ന് ജയ്പൂരേക്ക് സെക്കൻഡ് സീറ്റിങ്ങിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 125 രൂപയാണ്. ഒരുപാട് അവൈലബിൾ ഉണ്ടാകുമ്പോൾ എടുത്ത ടിക്കറ്റാണ്. എന്നിട്ടും എനിക്കൊരു വിൻഡോ, നവീനൊരു അയൽ സീറ്റ്. മാത്രമല്ല ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ വിൻഡോ സീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം പുറത്തെ കാഴ്ചകളൊക്കെ കാണാമല്ലോ. ഇനി നവീൻ എൻ്റെ അടുത്ത് കിട്ടണം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ, നോ പ്രിഫറൻസ് കൊടുത്താണ്. എന്നാലും കിട്ടുന്നെന്താ ഇങ്ങനെ അല്ലേ? അത് നമ്മൾ ഈ ജനശതാബ്ദി, ഇന്റർസിറ്റി, ഇതേപോലെ സെക്കൻഡ് സീറ്റിംഗിൽ ഏത് വണ്ടി ബുക്ക് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, സമാനമായ അവസ്ഥയാണ്. ഒരുപാട് അവൈലബിൾ ഉണ്ടെങ്കിലും അങ്ങനെ കിട്ടുള്ളൂ. റെയർ കേസിൽ ചില അടുത്തൊക്കെ കിട്ടാറുണ്ട്, അത് വേറെ കാര്യം. പിന്നെന്ന് വെച്ചാൽ എന്താ പറയാ, ഇനിയിപ്പോൾ ഈ ട്രെയിനിൽ ജനറൽ ടിക്കറ്റ് ആരൊക്കെ കയറുമെന്ന് അറിയില്ല, നല്ല തിരക്കാണ് പുറത്ത്, ജനറലൊക്കെ ഫുള്ളായ അവസ്ഥയാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വന്നാണല്ലോ, നിൽക്കാൻ പറ്റാത്ത, എന്നാൽ സഹിക്കാൻ പറ്റാത്തത് ചൂട് വന്നാൽ ഇതൊക്കെ എത്ര പെട്ടെന്നാണ് തീരുന്ന പോലും അറിയില്ല, കാരണം വെള്ളത്തിന് നല്ലോണം ചിലവ് വരും. കുഴപ്പമില്ല. ഇനി നീ നേരെ പോകുന്നത് രാജസ്ഥാനിലേക്കല്ലേ? രാജസ്ഥാൻ മരുഭൂമിയിലൊക്കെ പോകുന്നു, പിന്നെ ഒന്നും പറയുന്നില്ല. നമ്മൾ ലോക്കൊക്കെ അപ്ലൈ ചെയ്ത് കാണാമെന്ന് പറഞ്ഞിട്ട് അതൊരു ഫോർട്ടിൻ്റെ നെയിം ബോർഡുള്ള ഭാഗത്തേക്ക് പോയില്ലേ, ആ ഡയറക്ഷനിലേക്കല്ല ട്രെയിൻ പോകുന്നത്, അതിൻ്റെ മറ്റൊരു സൈഡിലേക്ക്. അജ്നേറ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അതായത് ഈ ട്രെയിനിൻ്റെ ഉത്തർപ്രദേശിലെ അവസാന സ്റ്റോപ്പാണിത്. ഈ ഭാഗത്തെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഇങ്ങനെയാണ്, എല്ലാം ഒരു പൊടി പിടിച്ച മോഡൽ. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇവിടെ ഒന്നും കാണാനില്ല. റെയിൽവേ സ്റ്റേഷൻ ഈ ഭാഗമാണേ. തൊട്ട് മുന്നിലൂടെ കുറച്ച് ട്രാക്കുകൾ വരുന്ന കാണുന്നില്ലേ, അതായത് അങ്ങ് അതിലൂടെ, അത് മഥുര ഭാഗത്ത് നിന്ന് വരുന്ന ട്രാക്കാണ്. മധുരയിൽ നിന്ന് നേരെ കോട്ടയിലേക്ക്. ട്രെയിൻ ഇപ്പോൾ ഭരത്പൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 5 മിനിറ്റിൻ്റെ സ്റ്റോപ്പ്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇപ്പം നമ്മൾ വന്ന ആഗ്ര ഫോർട്ട് റൂട്ടില്ലേ, ഇനിയിപ്പോൾ പോകുന്ന ജയ്പൂർ റൂട്ട്. മറ്റൊന്നുള്ളത് മഥുര, അതായത് നമ്മുടെ ആ ഒരു സമ്പർക്രാന്തിയൊക്കെ വരുന്ന വഴി, അത് നേരെ കോട്ടയിലേക്ക്. ഈ 4 റൂട്ടുള്ളത് കൊണ്ടാണ് ഇത് ജംഗ്ഷൻ വന്നത്. ഇതാ ഇവിടെ ഓൾറെഡി വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഭരത്പൂർ റെയിൽവേ സ്റ്റേഷൻ. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. 5:10 ബന്ദിക്കുയി ജംഗ്ഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹി ജയ്പൂർ റൂട്ടിലേക്ക് നമ്മൾ കയറി സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന വഴിക്കുള്ള അധികം കാഴ്ചകളൊന്നും പാർത്തിയില്ല, കൂടുതലും റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് പാർത്തിയത്. കാരണം പ്രത്യേകിച്ച് കാണേണ്ട അത്ര കാഴ്ചകളൊന്നും തന്നെ ഇല്ല, നല്ല പൊടിയാണ്. ഇവിടെ 5 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. തൊട്ടിലൂടെ തന്നെ റോഡുണ്ട്. സൂര്യാസ്തമയം ആക്കാനായി. ട്രെയിനിപ്പോൾ ഗാന്ധിനഗർ ജയ്പൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
അടുത്തതാണ് ജയ്പൂര്. ജയ്പൂരെത്തി. ഈ ഒരു പാലം കാണുന്നില്ലേ, അത് ജയ്പൂർ മെട്രോൻ്റെ ആണ്. ഏഴ് മണി കഴിഞ്ഞു, വണ്ടി ഡിലേ ആണ്. ഈ ഭാഗത്ത് ഒരുപാട് വോൾവോ ബസ്സുകൾ കാണാം. സ്ലീപ്പറാണ്, പല ഭാഗത്തേക്കുണ്ടാവും. ഡൽഹിയിലേക്കുണ്ടാവും, ഉദയ്പൂര്, അജ്മീർ, അങ്ങനെ പല ഭാഗത്തേക്കുണ്ടാവും. ഇങ്ങനൊരു ദീർഘമായ യാത്ര ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ദീർഘം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഈ ട്രെയിനിലെത്തെ ഇതൊരു മടുപ്പ് യാത്രയായിരുന്നു. ആകെ ഒരു പൊടി പിടിച്ച യാത്ര എന്ന് പറയാം. ഇതാണ് ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ തന്നെ ഡയറക്റ്റ് നമുക്ക് മെട്രോ കണക്ടിവിറ്റി ഉണ്ട്. അതിൽ ജയ്പൂർ അടിപൊളിയാണ്. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നിന്നും 240 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ രാജസ്ഥാനിലെ ജയ്പൂർ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 7:10. ഇനിയിപ്പോൾ ഈ ട്രെയിനിൽ അജ്മീറിലേക്കുള്ള തിരക്കെന്തായാലും ഉണ്ടാവും. തിരക്കൊക്കെ നോക്കിക്കോ. ഇവിടെ നവീകരണമാണ് സ്റ്റേഷന്റെ. ആഗ്രയിൽ നിന്ന് ട്രെയിനിൽ കയറിയില്ലേ, ആ സമയം മുതൽ ഈ സമയം വരെ ആ സീറ്റിൽ നിന്ന് ഞങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. സെക്കൻഡ് സീറ്റിംഗ് ഒന്നുമല്ല, അത് അൺറിസേർവ്ഡ് ആയിരുന്നു. ടിക്കറ്റ് ഉള്ളവരും ടിക്കറ്റ് ഇല്ലാത്തവരും, അതായത് ടിക്കറ്റ് ഉള്ളവരും എന്ന് ഉദ്ദേശിച്ചത് വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകാരാണ്. എല്ലാവരും കൂട്ടത്തോടെ തന്നെ നമ്മുടെ കോച്ചിലോട്ട് കയറിയുണ്ടായി. അതുപോലെ തന്നെ ടി ടി എന്ന ഭാഗത്തേക്കേ വന്നില്ല. ടി ടി എന്ന് പറഞ്ഞ ഒരാൾ ഈ ട്രെയിനിൽ ഉണ്ടോ എന്ന് പോലും സംശയം. ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും, പക്ഷേ നമ്മുടെ ഭാഗത്തേക്ക് വന്നതേ ഇല്ല. ഈ ട്രെയിനിന് അജ്മീറിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടുന്ന് ഉടനെ തന്നെ പുറപ്പെടും. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ട്രെയിൻ ഉണ്ട്. ഇത് ജയ്പൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന എക്സ്പ്രസ് ആണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങാം. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണേ. ലൈറ്റിങ്ങിനൊക്കെ ആകെ ഒരു കുറവുണ്ടല്ലോ, ലൈറ്റ് ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം. വൈകാതെ തന്നെ ഈ ഭാഗത്തെ ഈ ബിൽഡിങ്ങൊക്കെ ഇല്ലേ, ഇതൊക്കെ പൊളിച്ചു മാറ്റാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. കാരണം എന്താ പറയുക, ആ ഭാഗത്ത് നല്ല രീതിയിൽ റിനോവേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ട്രെയിൻ ഇറങ്ങി വന്നത് ഇതുവഴി ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടാണ്. കാരണം ആ ഭാഗത്തെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇതും കണ്ടിട്ട് മിക്കവാറും പൊളിച്ചു മാറ്റി പുതിയ രീതിയിൽ എന്തെങ്കിലും പണിയാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ തന്നെ ഒരു കൊട്ടാര രീതിയിലാണിത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അത് രാജസ്ഥാനിലത്തെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു എന്താ പറയുക വാസ്തുവിധ അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ജോധ്പൂരൊക്കെ പോയാൽ ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ പിങ്ക് സിറ്റി ഭാഗത്തേക്ക് പോവുകയാണ്. 4 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുന്ന്. നമുക്ക് മെട്രോയിൽ പോവാം. ഞാൻ നേരത്തെ മെട്രോ സ്റ്റേഷൻ കാണിച്ചില്ലേ, ഇതാ തൊട്ട് മുന്നിൽ അവിടെ തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. ഈ മെട്രോ സ്റ്റേഷൻ്റെ പേര് റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ചോട്ടി ചോപ്പർ എന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്, ആ ഒരു മെട്രോ സ്റ്റേഷനിലേക്ക്. ഇപ്പം നേരെ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് പോവാം. ടിക്കറ്റ് എടുത്ത് മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെ തന്നെ ഒരു പാലൊക്കെ ഉണ്ട്. ഇതാ താഴിലൂടെ റെയിൽവേ ട്രാക്ക്. നമ്മൾ നേരത്തെ ട്രെയിൻ വഴി കടന്നു വരുമ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ്റെ കാഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതങ്ങനെ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. ഇതാ അവിടെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. നല്ലൊരു വ്യൂ തന്നെയാണ് ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക്. വലിയ തിരക്കൊന്നുമില്ലാത്തൊരു മെട്രോ സ്റ്റേഷൻ തന്നെയാണിത്. അതുപോലെ തന്നെ നമുക്ക് പിങ്ക് സിറ്റി ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുത്ത് നേരെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. ബഡി ചോപ്പ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകുന്ന മെട്രോയിലാണ് നമുക്ക് കയറേണ്ടത്. പോകാനുള്ള മെട്രോ ഇതാ വരികയാണ്. 4 കോച്ചുകൾ മാത്രമേ ഉള്ളൂ, കുഞ്ഞു മെട്രോ ആണ്. പിങ്ക് ലൈനാണിത്. റെയിൽവേ സ്റ്റേഷൻ നിന്നാണ് കയറിയത്. ഇതാ ചോട്ടി ചൗപ്പാട്, അതായത് 1, 2, 3-ാമത്തെ സ്റ്റേഷനാണ്. മെട്രോ ഇറങ്ങി ഞങ്ങളിനി ആദ്യം തന്നെ പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ്. ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസിൽ
ഒരു കോഫി ഹൗസ് ഉണ്ട്. പിന്നെ നേരെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് കരുതി. ഇവിടെയാണ് ഇന്ത്യൻ കോഫി ഹൗസ്. കുറച്ച് നടന്ന് ഒരു 1.1 കിലോമീറ്റർ നടന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഇന്ത്യൻ കോഫി ഹൗസിലെ മെനു ഇങ്ങനെയാണ്. ഞങ്ങൾ 2 മസാല ദോശ പറഞ്ഞിട്ടുണ്ട്. മസാല ദോശക്ക് പുറമെ തന്നെ ഒരു വെജ് ബിരിയാണി കൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തൈര് കൂടി ഉണ്ട്. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ ഇതാ വെജിറ്റബിൾ ബിരിയാണി. നീ കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് ഇതാ നവീനാണ്. കഴിച്ചോ നോക്കിക്കോ. ശരിക്കും ഇത് കണ്ടാലുണ്ടല്ല നമ്മുടെ നാട്ടിലത്തെ രീതി ഒന്നുമില്ല. കാരണം റൈസ് വ്യത്യാസം ഉണ്ടല്ലോ. അതെ, ആ ഒരു കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. എരിവുണ്ടാ? എരിവില്ല, പക്ഷേ ഇതിൻ്റെ മസാലയില്ലേ അതെല്ലാം വേറെ ടേസ്റ്റ്. അങ്ങനെ പറഞ്ഞ മസാല ദോശ കൂടെ വന്നിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതാ സാമ്പാർ, ചട്നി. നമുക്ക് ഇതൊക്കെ എങ്ങനെയാണെന്നും ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. ഇതൊന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ എടുത്ത് കഴിക്കാം. നല്ല ചൂടുണ്ടല്ലേ? നല്ല ചൂടുണ്ട്. ഇതിൻ്റെ മസാലയാണല്ലോ നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ. നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ സൗത്ത് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താ പറയുക മസാല ദോശ. മസാല ദോശ തന്നെയാണ് ആദ്യം വരിക. ഇത് എടുത്ത് ചട്നിയിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കി. മസാല ദോശ അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഭക്ഷണം കഴിച്ച് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 8:45. ഇനി നമുക്ക് ഹവാമഹൽ അതുപോലെ തന്നെ പിങ്ക് സിറ്റിയൊക്കെ വഴി നമുക്ക് നടക്കാം. ഇവിടുത്തെ കടകളൊക്കെ ഏകദേശം അടഞ്ഞു തുടങ്ങി. നമ്മൾ ഇതുവഴി തന്നെയാണ് നടന്നു വന്നത്. പോകുന്ന വഴിക്ക് അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. എല്ലാ കടയും വളരെ നേരത്തെ തന്നെ അടച്ചല്ലോ. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒരു 8 മണി ആവുന്ന സമയത്ത് തന്നെ ആ ഭാഗത്തെ പല കടകളും ക്ലോസ് ആയി. നമ്മൾ ജയ്പൂരിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്ത് ഇന്ത്യൻ കോഫീസിൽ വന്നത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ നല്ല സൗത്ത് ഇന്ത്യൻ ഫുഡ് പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ മസാല ദോശ കിട്ടുകയും ചെയ്തു, ഞങ്ങളത് കഴിക്കുകയും ചെയ്തു. ഇന്നത്തെ വയർ അത്യാവശ്യം നിറയുകയും ചെയ്തു. ഞങ്ങൾ ആഗ്രയിൽ നിന്നാണല്ലോ ട്രെയിൻ കയറിയത്. ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഒരു വെജ് താലി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഒരു ഉണങ്ങിയ പോലുള്ള എന്താ പറയുക 4 റൊട്ടിയും പിന്നെ അവരെ ചോറ് അറിയാലോ, ഒരു ജീറ റൈസ് കൊണ്ട് സംഭവം, പിന്നെ അതിൽ പിന്നെ ആലു മട്ടർ നമ്മളെ ഉരുളക്കിഴങ്ങ് വെച്ചുള്ള കറിയും, പിന്നെ അതുപോലെ തന്നെ ഒരു കൊള്ളാത്ത ഒരു രീതിയിലുള്ള ഒരു ദാൽ, അതായത് പരിപ്പ് പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിന് ഒരു തൃപ്തിയും കിട്ടിയില്ല ഫുഡ് കഴിച്ചിട്ട്. അപ്പം ഈ ജയ്പൂർ തന്നെ ഒരുപാട് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ പിങ്ക് സിറ്റി ഒരു ഭാഗത്ത് വന്ന സമയത്താണ് ഞങ്ങൾ ഈ ഗൂഗിൾ വഴി നോക്കിയ സമയത്ത് കോഫി ഹൗസ് കണ്ടത്. നിങ്ങൾക്ക് പലരും ഇതേപോലെ നോർത്ത് ഇന്ത്യ ഒക്കെ പോകുന്ന സമയത്ത് ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ഫുഡ് തന്നെയാണ്. മനസ്സിനാണെങ്കിൽ അതായത് നമ്മളെ രുചിക്കനുസരിച്ച് ഫുഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുകയാണെങ്കിലോ ചിലപ്പോൾ ഫുഡ് പോയ്സൺ കിട്ടാനും ചാൻസ് ഉണ്ട്. ഈ തൊട്ട് മുന്നിൽ കാണുന്നതില്ലേ, ഇതാണ് അജ്മീരി ഗേറ്റ്. നല്ല അടിപൊളി ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാണ് കാണാൻ. ഇതുവഴി തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് നടന്നു പോകാനായിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് ഒരു പള്ളിയുണ്ട് ഈ ഭാഗത്തായിട്ട്. അത് കുറച്ച് മുന്നോട്ട് നമുക്ക് പോയിട്ട് വരാം. അത് നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. നല്ല ലൈറ്റൊക്കെ ഇട്ട് ഒരു മസ്ജിദ് ഇതാ അടിപൊളിയല്ലേ. ലൈറ്റൊക്കെ ഇട്ട് മാറി മാറി വരികയാണ്. ദേ ആ കാണുന്ന വഴിയാണ് ഇപ്പം നടന്നു വന്നത്. ഇനിയിപ്പോൾ നേരെ ഹവാമഹൽ പിങ്ക് സിറ്റിൻ്റെ ഭാഗത്തേക്ക് ഇതുവഴി നടന്നു പോകാം. 1 കിലോമീറ്ററിൻ്റെ മുകളിൽ നടക്കാനുണ്ട്. കാരണം നമ്മൾ ഈ ഇന്ത്യൻ കോഫി ഹൗസ് നോക്കി അവിടെ നിന്ന് ഏകദേശം ഒരു 1.1 കിലോമീറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അത്രയും കിലോമീറ്റർ തിരിച്ചു പോകാനുണ്ട്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിങ്ക് സിറ്റിയുടെ ഭാഗങ്ങളാണ് ഈ തൊട്ട് മുന്നിലായി കാണുന്നത്. ഇവിടുത്തെ കടകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, എല്ലാം വെറൈറ്റിയാണ്. ആ ഒരു കടകളുടെ എഴുത്തും ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് കളറ് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയായി ഹവാമഹൽ. ഒരു പ്രത്യേക നിർമ്മിതികളാണ് ഇവിടെ മുഴുവനായിട്ട് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അത് കാണണമെങ്കിൽ ജയ്പൂർ തന്നെ വരണം. ഇനി തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ വന്നിറങ്ങിയ മെട്രോ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് തന്നെ വേണ്ട. ബഡി ചൗക്ക് മെട്രോ സ്റ്റേഷനുണ്ട്, ഹവാമഹലിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം അങ്ങനെ പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് നമുക്കിവിടുന്ന് ഹവാമഹലൊക്കെ കാണാം. ഈ വഴിയോരത്തിൽ ഇപ്പോൾ കൂടുതലും പാനിപ്പൂരിയാണുള്ളത്. പാനിപ്പൂരി കിട്ടുന്ന കട എല്ലാവരും വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഹവാമഹലിനാകെ 5 നിലകളാണുള്ളത്. ഞങ്ങളിതിൻ്റെ അകത്തേക്ക് ഓൾറെഡി കയറി തന്നെയാണ്. ഇതിൻ്റെ പ്രവൃത്തി സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ്.
ജയ്പൂർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹവാ മഹൽ വിസിറ്റ് ചെയ്യണം. നല്ല ഭംഗിയല്ലേ ലൈറ്റൊക്കെ ഇട്ട്. അതിൻ്റെ മുന്നിൽ ഒരുപാട് ആൾക്കാർ എത്രതാ ഉണ്ട്. അവിടുന്ന് വലിയ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ നല്ല വ്യൂ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അപ്പോൾ ഇവിടെ നല്ല ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൂടെ റോഡൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് തന്നെ ഒരുപാട് ഷോപ്പ് ചെയ്യാനുള്ള കടകളും ധാരാളമായിട്ടുണ്ട്. നേരത്തെ കണ്ട ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് പിന്നെ ഇതാ നേരെ മേലേക്ക് ഇങ്ങനെ ഉയർത്തി നോക്കേണ്ടി വരും. രാത്രിക്ക് വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈറ്റിംഗ് ഒക്കെ കാണാം, ഈ കളർ നല്ല രീതിയിൽ കാണാം. പകൽ വന്നാൽ ഇതിൻ്റെ അകത്തോട്ടും കയറാം. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇതുവഴി നമുക്ക് നടന്നിട്ട് പോവാം. ഇവിടെ തന്നെയാണ് മെട്രോ സ്റ്റേഷൻ, തൊട്ടടുത്ത് തന്നെ. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. രാത്രി ആയാലും നല്ല തിരക്കാണ് ഇവിടെ. ഇത് മെയിൻ ഒരു സർക്കിളാണേ. ഈ ഭാഗത്തേക്കാണ് ഹവാ മഹൽ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കാണുന്ന മെട്രോ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് മെട്രോ കയറി നമുക്ക് നേരെ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. ജയ്പൂർ മെട്രോ വളരെ സിമ്പിളാണ്, ഒന്നും അറിയേണ്ട കാര്യമില്ല. കാരണം പ്രത്യേകിച്ച് ഡൽഹി മെട്രോ നമുക്ക് ഫസ്റ്റ് കയറാൻ പോകുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ വെച്ച് നോക്കുമല്ലോ, അതുപോലെ ഇത് നോക്കാനൊന്നുമില്ല. ഒരൊറ്റ റൂട്ട് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇതിൽ പൈസ വളരെയധികം കുറവാണ്. നമ്മളിപ്പോൾ ഹവാ മഹലിൻ്റെ അവിടെ നിന്ന് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടം വരെ വന്നല്ലോ, ഒരാൾക്ക് 15 രൂപയെ മെട്രോന് ചാർജ് വന്നുള്ളൂ. അടുത്ത നമ്മുടെ പരിപാടി ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്, റെയിൽവേൻ്റെ ഡോർമെട്രിയിൽ. അത് ചെക്കിങ് ചെയ്യേണ്ട ടൈമായി. 9 മണിക്കാണ് ചെക്കിങ് ചെയ്യേണ്ടത്, ഇപ്പോൾ 9:40 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടുന്ന് ഫസ്റ്റ് ഫ്ലോറിലാണ് റിട്ടയർ റൂം വരുന്നത്. ഇവിടുത്തെ ഡോർമെട്രീൻ്റെ ചാർജസ് ഇങ്ങനെയാണ്. മെയിൽ ഡോർമെട്രി, ഡിലക്സ് റൂം, മഹാരാജ സ്യൂട്ട്. 3 മണിക്കൂർ, 6 മണിക്കൂർ, 9 മണിക്കൂർ, 12 മണിക്കൂർ, 24 മണിക്കൂർ, 36 മണിക്കൂർ, 48 മണിക്കൂർ. അങ്ങനെയാണ് ഇതിൻ്റെ ചാർജൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. ഇത്രയാണ് ഇതിൻ്റെ ഓരോരോ ഇതിൻ്റെയൊക്കെ ചാർജ്. ചെക്ക് ഇൻ ചെയ്തു. ഇനിയിപ്പോൾ നേരെ ഡോർമെട്രിയിലേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ റൂമുകളാണ്, ഡിലക്സ് റൂമൊക്കെയാണ്. ഡോർമെട്രി ഇവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെ തന്നെ ഡോർമെട്രിയുടെ കോമൺ ടോയ്ലറ്റും ബാത്റൂമും വരുന്നത് ഇവിടെയാണ്. പിന്നെ ഇത് AC ഡോർമെട്രിയാണ്. ക്യാബിൻ ടൈപ്പിലാണ് ഡോർമെട്രീസൊക്കെ വരുന്നത്. D12ഉം D13, അതായത് 12ഉം 13ഉം ഈ 2 ക്യാബിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇതേ ഒരു സിംഗിൾ ബെഡ്, പില്ലോയും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രിക്ക് തണുപ്പിന് പുതക്കാനുള്ള കമ്പിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ വലിയൊരു മിററുണ്ട്, ചാർജിങ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു ടേബിളുണ്ട്. പിന്നെ ഇത് AC ഡോർമെട്രി ആയാലും ഫാൻ കൂടെ ഇവിടെ അവൈലബിൾ ആണ്. ഇത്തരത്തിലാണ് ഇതിൻ്റെ ഡോറിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഇതൊക്കെ വരുന്നത്. നമുക്കിതാ അടച്ച് നല്ല രീതിയിൽ തന്നെ ഇവിടെ കിടക്കാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പൈസക്കൊത്ത ബഡ്ജറ്റായിട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ഫെസിലിറ്റി തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഡോർമെട്രി ഇവിടെ ഞങ്ങൾ 12 മണിക്കൂർ ടൈമിൻ്റെ സ്ലോട്ടിലാണ് ബുക്ക് ചെയ്തത്. രാത്രി 9 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 9 മണി വരെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതാ ഈ ഒരു കീ കൂടെ കിട്ടും. അതായത് ഡോർമെട്രി ലോക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പുറത്തേക്കൊക്കെ പോവാം. അതായത് ഈ കീ കിട്ടുന്നതിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ എല്ലാ റെയിൽവേ സ്റ്റേഷനും റിട്ടയർ റൂമിലും കിട്ടൂല, ഡോർമെട്രിയിലും കിട്ടൂല. നമ്മൾ ഈ പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് റെയിൽവേ സ്റ്റേഷനിൽ പ്രൈവറ്റ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ പ്രൈവറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ കിട്ടിയത്. അതുപോലെ തന്നെ വേറൊരു സവിശേഷത കൂടിയുണ്ട്. ഇവരുടെ ടൈമിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ, അതായത് ഇവിടെ താമസിക്കുന്ന പാസഞ്ചറിന് ഇഷ്ടപ്രകാരമുള്ള സ്ലോട്ടിൽ നിങ്ങൾക്ക് എടുക്കാം. ഞങ്ങൾ രാത്രി 9 ടു നെക്സ്റ്റ് മോർണിംഗ് രാവിലെ 9 മണി വരെ എടുത്തത്. അതായത് നമ്മൾ ഇഷ്ടമില്ല 12 മണി. അല്ലാതെ റെയിൽവേ ആയിട്ടുള്ള മറ്റു സ്ഥലങ്ങളുണ്ട്, അത് വെച്ചാൽ റെയിൽവേന്റെ നിശ്ചയപ്രകാരമുള്ള സമയത്തിൽ എടുക്കും. ഏകദേശം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് അവർ പറയുന്ന സമയത്ത് മാത്രമേ നമുക്ക് ചെക്കിങ് ചെയ്യാനും ചെക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ പോകുന്നതൊക്കെ നമ്മളിഷ്ടമാണ്. അതാണ് അതിൻ്റെ ഇതൊക്കെ കണ്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജ് പറയുകയാണെങ്കിൽ 12 മണിക്കൂറിന് ഒരാൾക്ക് വരുന്നത് 350 രൂപയാണ്. പക്ഷേ ഇവിടെ GST സഹിതമൊക്കെ കൂട്ടി നോക്കുമ്പോൾ 404 രൂപയൊക്കെയാണ് ഏകദേശം വരുന്നത്. പക്ഷേ 2 പേർക്കൊക്കെ നോക്കുമ്പം ഒരു നൈറ്റ് AC കിടന്ന് ഉറങ്ങാൻ പറ്റിയ നല്ല ഇത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ പുറത്ത് AC റൂം എടുക്കുന്നതിനൊക്കെ തന്നെ നല്ല കോസ്റ്റ്ലി ആവും എന്തായാലും. ഈ 6 മണിക്കൂർ അതുപോലെ തന്നെ 9 മണിക്കൂറൊക്കെ ഈ ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യാനുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഒക്കെ വരാം. കാരണം പുറത്ത് നിൽക്കുന്നതിനെക്കാട്ടി എത്ര ബെറ്റർ ആണല്ലേ റെയിൽവേൻ്റെ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയിൽ താമസിക്കുന്നത്. അതുപോലെ തന്നെ ജയ്പൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പിങ്ക് സിറ്റി എല്ലാം കാണണമെങ്കിൽ, നമ്മുടെ സിറ്റി പാലസ് ആയാലും ഹവാ മഹൽ, ജന്തർ മന്ദിർ എല്ലാം കാണണമെങ്കിലും മെട്രോയിൽ പോവാം. എല്ലാം നമ്മളെ എന്താ പറയുക അത്രയും ഈസിയാണ്. ചെറിയ പൈസ കുറഞ്ഞിരുന്ന് പോവാം. യാത്രയായാലും ട്രാവലായാലും എന്ത് വന്നാലും ഓക്കെയാണ്. പിന്നെ ഇന്ന് നമ്മൾ ആഗ്രഹം ആരംഭിച്ചില്ല, ഇപ്പൊ നല്ല ടയർഡാണ്. 1.5 നടത്തായി, പിന്നെ വെയിലായിപ്പോയി. പിന്നെ ജനറലാ വന്നത്, സെക്കൻഡ് സീറ്റിംഗ് പേര് മാത്രമേ ഉള്ളൂ.
നല്ല രീതിയിൽ ടയർഡായി പോയി. തീർച്ചയായിട്ടും. അടുത്തത് ഇനി രാജസ്ഥാനിലെ അജ്മീറിലേക്കുള്ളൊരു യാത്രയാണ്. അജ്മീറിൻ്റെ കാഴ്ചകളാണ് അടുത്ത ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മെഡിസിനോട് ബൈ.